PSC എക്സാമുകളിലെ ഏറെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഏറെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതായിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, വെഹിക്കിൾ DC ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യനുകളിലും ഏറെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റം തിരിച്ചറിയുക. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഷെല്ലുകളെ നെയിം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? K, L, M, N അങ്ങനെ പോകുന്നതാണ്. അതിൽ K എന്ന ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ കഴിയും? അതിൽ 2 എണ്ണമാണെന്ന് നിങ്ങൾക്കറിയാം. Lൽ എത്ര എണ്ണമാണ്? 8 ആണെന്നറിയാം. Mൽ 18 ആണ്. അങ്ങനെയാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ K എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോണും ഫുള്ളും നിറഞ്ഞു. L എന്ന ഷെല്ലിൽ 8 ഇലക്ട്രോണും ഫുള്ളും നിറഞ്ഞു. M എന്ന ഷെല്ലിൽ 18 ഇലക്ട്രോൺ നിറഞ്ഞില്ല. എത്ര എണ്ണമേ ഉണ്ടെന്നാണ് പറയുന്നത്? 3 ഇലക്ട്രോൺ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. മനസ്സിലാക്കിക്കോണം. K എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫുള്ള് നിറഞ്ഞു. Lൽ 8 എണ്ണം ഫുള്ള് നിറഞ്ഞു. Mൽ 18 എണ്ണം നിറഞ്ഞില്ല. 3 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്നതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 3 ഇലക്ട്രോൺ മാത്രമേ ഉള്ളെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. K എന്ന ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. Lൽ 8 എണ്ണം ഉണ്ട്. Mൽ 18 എണ്ണമില്ല. 3 എണ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടത്തില്ലയോ? ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെ അല്ലയോ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 8 × 2 10, 10 3 13. 13 ഇലക്ട്രോണുകൾ, 13 അറ്റോമിക് നമ്പറായി വരുന്ന ആറ്റം ഏതാണ്? അലൂമിനിയമാണ് 13 ഇലക്ട്രോണായിട്ട് വരുന്നത്. സോഡിയം 11 ആണ്. മഗ്നീഷ്യം 12 ആണ്. ക്ലോറിൻ 17 ആണ് ക്ലോറിൻ. അപ്പോൾ ആൻസർ എന്താണ്? അലൂമിനിയം 13 ഇലക്ട്രോണുള്ള. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.